ഇപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറം കാളികാവിലേക്കാണ്. അവിടെ കടുവയെ പിടികൂടാനുള്ള ദൗത്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സർവ്വസന്നാഹങ്ങളുമുണ്ട്. പക്ഷേ കടുവ ഇന്നലെയും കൂട്ടിലായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേതൻ ചേരുകയാണ് കാളികാവിൽ നിന്ന്. ചേതൻ, കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വനം വകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അതെ മനു, ഇന്ന് ഈ മലപ്പുറം കാളികാവിലെ കടുവ ദൗത്യത്തിൻ്റെ 4ാം ദിനമാണ്. ഈ മലപ്പുറത്തെ കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയെ ഈ കടുവ കൊലപ്പെടുത്തിയ തുടർന്നാണ് ഈ ദൗത്യം ആരംഭിച്ചത്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ 5 ദിവസമായി. ഏതായാലും ഇപ്പോൾ 60 അംഗ സംഘമാണ് ഈ RRT സംഘമാണ് തെരച്ചിൽ വ്യാപകമായി നടത്തുന്നത്. 3 ടീമുകളായി തിരിഞ്ഞാണ് ഇവർ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇത് കൂടാതെ തന്നെ 50ഓളം നിരീക്ഷണ ക്യാമറകളും അതുപോലെ തന്നെ കടുവയെ പിടികൂടാനായി 2 കൂടും ഈ മേഖലയിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വരെ ഈ നിരീക്ഷണ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ, രാത്രികാല ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെയുള്ള ഈ കടുവകളിൽ മറ്റു ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിരുന്നില്ല. ഏതായാലും വൈകാതെ തന്നെ ഈ കടുവ പിടിയിലാവും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.